ഇനിയും ചെമ്മീൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളാം. ചോറുണ്ണാൻ ഇത് മാത്രം മതിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതിൽ ഞാൻ എടുക്കുന്നതിൻ്റെ അളവെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 350 ഗ്രാം ചെമ്മീനാണ്. അതിൻ്റെ ആ മുതുക് ഭാഗം കീറി ആ ഞരമ്പൊക്കെ എടുത്ത് മാറ്റിയിരിക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെമ്മീൻ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒത്തിരി നേരം ഒന്നും ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് നേരം മതിയാകും. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളകും ഒരല്പം കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 8-10 വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് മൊരിയിച്ച് വഴറ്റണ്ട. ഒരു 20-30 സെക്കൻഡ് നേരത്തേനൊന്ന് ഇളക്കി കൊടുക്കണം. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുള്ളി ചേർക്കാം. ഒരു 12 മുതൽ 15 എണ്ണം വരെ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ കുറച്ചുകൂടി ഒന്ന് മൂത്ത് വന്നോളും, പാകത്തിനായിക്കോളും. ചെറുള്ളിക്ക് പകരമായിട്ട് സവാളയും ചേർക്കാവുന്നതാണ്. ഇതേ അളവിൽ തന്നെ ചേർക്കുക. ഒരു ചെറിയൊരു സവാള എടുക്കുക. ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തീയെ നല്ലവണ്ണം കുറച്ചിടുക. പൊടികൾ ചേർക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. നിങ്ങൾ മീൻ കറിക്കൊക്കെ ചേർക്കുന്ന പോലെ എരിവുള്ളതോ എരിവില്ലാത്തതോ ചേർക്കാം. കൂടെ തന്നെ അതേ സ്പൂണിൻ്റെ അതായത് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ആ കുറഞ്ഞ തീയിൽ തന്നെ നല്ലവണ്ണം പൊടിയൊന്ന് ചൂടാകട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇനി ചേർക്കുന്നില്ല. പ്രോണിൽ ചേർത്ത് ഇളക്കിയത് മാത്രമേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ ആ കറി ഒരുപാട് അങ്ങ് മഞ്ഞ കളറായി പോകും. പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോരുത്. ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെമ്മീൻ ചേർക്കാം. കൂടെ തന്നെ ഞാൻ 2 തക്കാളി എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തത് വളരെ ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 ചേർക്കുക. അതായത് കൂടുതൽ തക്കാളി ചേർക്കരുത്. നിങ്ങളുടെ കൈവശം നല്ല വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ ഒറ്റ തക്കാളി ചേർത്താൽ മതിയാകും. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ അല്പം ഒന്ന് കൂട്ടി കൊടുത്തേക്കാം. വേറെ പുളി ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തക്കാളി വളരെ കുറച്ച് മതി. തക്കാളിയുടെ പുളിയല്ല ഇവിടെ വേണ്ടിയത്. അതുകൊണ്ടാണ്. എന്നാൽ ഒട്ട് തക്കാളി ചേർക്കുകയും വേണം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുടംപുളിയാണ്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. 3ആയിട്ട് കീറിയിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്ത് കുതിർത്തൊന്നും വെച്ചില്ല. ശകലം വെള്ളത്തിലോട്ട് ചേർത്താൻ കിട്ടുന്നേ ഉള്ളൂ. പുളി ചേർത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 250 ml 1 കപ്പ് വെള്ളം. അതിൽ 3/4 ഭാഗം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ബാക്കി അത്രയും വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കാം. ഒരല്പം വെള്ളം കൂടെ വേണം. ആ പ്രോണൊന്ന് നകക്കെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു. അതായത് 1 കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുളി ഇവിടെ വാളംപുളി ഒട്ടും ചേർക്കരുത്. ഇതുപോലെ കുടംപുളി തന്നെ ചേർക്കുക. ഈ ഒരു കുടംപുളിയുടെ ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് പ്രത്യേകത. വെള്ളം പാകത്തിനായിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കണം. തീ അങ്ങനെ അല്പം കൂട്ടി തന്നെ കിടന്നോട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒത്തിരി നേരം ഇട്ട് വെട്ടി തിളപ്പിക്കരുത്. ചെമ്മീൻ ഓവറായിട്ട് കുക്കായി കഴിയുമ്പോൾ അല്പം കട്ടിയാവും മാംസമൊക്കെ. അതുകൊണ്ട് ഓവർ കുക്കിംഗ് ചെയ്യരുത്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഒരു 2 നുള്ളു മതിയാവും. കൂടുതലാവരുത്. കൂടെ തന്നെ കുറച്ചേറെ കറിവേപ്പിലൂടെ ചേർക്കുക.
ചട്ടി ആയത് കാരണം അത് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. ഒരു 3 മിനിറ്റ് 3.5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തീ നന്നായിട്ട് കുറയ്ക്കുക. തീ നല്ലോണം കുറച്ചിട്ടതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അരക്കപ്പ് ഒഴിക്കുക. 1 പാലെന്നോ 2 പാലെന്നോ ഒന്നും തന്നെ ഇല്ല. ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ട് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ വരുന്ന രീതിയിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇത് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ബബിള് വരാൻ തുടങ്ങും, കുമിളകൾ പോലെ വരാൻ തുടങ്ങും. അത്രയും മതിയാവും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചെറുതായിട്ടൊന്ന്. പിന്നെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടിയുടെ ചൂട് നല്ലവണ്ണം ഉണ്ടാകും. അപ്പോൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് സെക്കൻഡ് നേരത്തേന് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചത് കാരണം ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി. പിന്നെ പുളിയുടെ കാര്യം മാത്രമാണ് എടുത്ത് പറയേണ്ടത്. ഞാൻ ഈ ചേർത്തിരിക്കുന്ന പുളി കുറച്ച് കഴിയുമ്പോഴത്തേന് പുളി അങ്ങ് എടുത്ത് മാറ്റും. അപ്പോൾ പാകത്തിനുള്ള പുളി തന്നെ നിൽക്കും. നിങ്ങൾ എടുത്ത് മാറ്റാൻ ഇങ്ങനെ മറന്നു പോകുന്നൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുളി മാത്രമായിട്ട് ചേർക്കുക. അപ്പോൾ അഥവാ എടുക്കാൻ മറന്നു പോയെങ്കിൽ തന്നെ അതവിടെ പാകത്തിനുള്ള പുളിയായിട്ട് ഇരുന്നോളും. പിന്നെ ഈ കറി കുറച്ചുകൂടി ഒന്ന് കുറുകാനുണ്ട്. തണുക്കുമ്പോഴത്തേന് ഒന്നുകൂടി ടേസ്റ്റും ആവും. കുറച്ചുകൂടെയൊക്കെ ഒന്ന് ചൂട് കുറയുമ്പോഴത്തേന് ആ പുളിയൊക്കെ പിടിച്ച തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ ആ പ്രോണി പിടിച്ച് വരുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇവിടെ ഞാൻ വെള്ളം ഒഴിക്കുന്ന അളവ് വരെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രോണാണ് ഞാൻ പറഞ്ഞല്ലോ, ഓവറായിട്ടിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ വെള്ളമൊക്കെ കൂടുതൽ ഒഴിച്ചിട്ട് അത് വറ്റിക്കാൻ വേണ്ടി അങ്ങിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ അത് ഓവർ കുക്കിംഗ് ആവും. പിന്നെ അതിൻ്റെ മാംസമൊക്കെ കട്ടിയാവും. ഇത്ര നിങ്ങൾക്ക് ചാറ് ലൂസാക്കി വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിച്ച അളവിൽ വെള്ളം കുറച്ചൊഴിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് തണുത്ത് കഴിയുമ്പോഴത്തേന് പാകത്തിന് കുറുകി തന്നെ ഇരിക്കാം. ഇതുപോലെ പുളിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇനി ചെമ്മീൻ വാങ്ങുമ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.